ശിരൂരിൽ മൃതദേഹം കണ്ടെത്തിയ അപകട സ്ഥലത്ത് നിന്നും 6 കിലോമീറ്റർ മാറി കടൽ തീരത്താണ് മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത വിധം അഴുകിയ നിലയിലാണ്. നിഖിൽ ചേർന്ന വിവരങ്ങളുമായി. നിഖിൽ, ആഴ്ചകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇതിനപ്പുറം എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിഖിൽ, കേൾക്കാമോ? ശിരൂരിൽ അഗനാശിനി ബാഡ എന്ന സ്ഥലത്ത്, അതായത് ഈ അപകടം നടന്നതിന്റെ 6 കിലോമീറ്റർ അകലെ കടൽ തീരത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആ മൃതദേഹം ഒരു പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വിധത്തിലും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹം ഇപ്പോൾ ഉള്ളത്. പോലീസ് ഇപ്പോൾ ഏതായാലും സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ശിരൂർ അപകടത്തിൽ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവരിൽ ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു കാര്യം, ഇതേ പ്രദേശത്ത് തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായി എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ കൂടി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ആരുടേതാണ് മൃതദേഹം എന്ന് തിരിച്ചറിയുന്നതിലേക്ക് കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമായി വരും. പക്ഷേ ഈ ശിരൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ശിരൂരിൽ അപകടത്തിൽപ്പെട്ട 3 പേരിൽ ആരെങ്കിലും ആണോ എന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. അഗനാശിനി ബാഡ മേഖലയിൽ കടൽ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഏതായാലും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഇത്രയും നാൾ തിരച്ചിൽ നടത്തിയിട്ടും ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ 3 പേരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്താനായിരുന്നില്ല. അപ്പോൾ ഈ 3 പേരിൽ ഒരാളാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആ അന്വേഷണത്തിന് ശേഷം അതിനൊപ്പം തന്നെ ഈ കടൽ തീരത്തിനോട് ചേർന്ന പ്രദേശത്ത് നിന്ന് കാണാതായി എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. ഈ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തി എന്ന കാര്യം പോലീസിനെ അറിയിച്ചതെന്നാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. പോലീസ് ഏതായാലും ഇപ്പോൾ ഈ സ്ഥലത്തെത്തി, മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. ജീർണിച്ച നിലയിലാണ് മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ DNA പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് അടുത്ത ഘട്ടത്തിൽ കടക്കുക. അങ്ങനെ മാത്രമാണ് പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുക. മറ്റൊന്ന്, അർജുന്റെ കുടുംബവും ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹം DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അർജുന്റെ കുടുംബം കൂടി ആവശ്യപ്പെട്ടതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശത്ത് ഈ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായതായി പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോലീസിനെ ഒരു ചെറിയ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ശിരൂർ അപകടത്തിൽ കാണാതായ 3 പേരിൽ ആരുടെയെങ്കിലുമാണോ ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നത് കേന്ദ്രീകരിച്ച് പ്രാഥമികമായി അതിന് പ്രാധാന്യം നൽകി, അങ്ങനെ തിരിച്ചറിയുന്നതിന് പ്രാധാന്യം നൽകി അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. തീർച്ചയായും DNA പരിശോധന പോലുള്ള കാര്യങ്ങളിലേക്ക് തന്നെ കടക്കേണ്ടി വരും പോലീസിന് എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ശിരൂർ അപകടം നടന്ന തിരച്ചിൽ ആരംഭിച്ചിട്ടുൾപ്പെടെ ഇപ്പോൾ 20 ദിവസം പൂർത്തിയാവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അഗനാശിനി ബാഡ എന്ന് പറയുന്ന കടൽ തീരത്ത് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വിധത്തിലും തിരിച്ചറിയാനാവാത്ത സാഹചര്യത്തിലാണ് മൃതദേഹമുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആരുടേത് എന്ന് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ്. നിഖിൽ തുടരുക. നമുക്കിപ്പോൾ ജിതിൻ കൂടി ചേരുന്നുണ്ട്. ജിതിൻ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുന്നുണ്ടോ? ഒപ്പം ഒരു പുരുഷ മൃതദേഹം കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ പോലീസ് എന്തെങ്കിലും തരത്തിൽ ജിതിനുമായിട്ട് ബന്ധപ്പെടുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അൺഒഫീഷ്യലായിട്ട് ഞാനൊരു വിവരം അറിഞ്ഞു, ഇങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കൂടിയിട്ട് അത് പോലീസ് ചെക്ക് ചെയ്യട്ടെ. അവിടെ DNA സാമ്പിൾ ഉണ്ട് ഓൾറെഡി. അർജുന്റെ അനിയന്റെ DNA സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ അത് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ജിതിൻ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുകയാണോ? ജിതിൻ, ഇല്ല, ഞാൻ ഇന്ന് രാവിലെ തിരിച്ചു പോന്നു. എന്റെ മോനൊരു പെട്ടെന്നൊരു സർജറി ആവശ്യം വന്നു. അപ്പം കോഴിക്കോട് ഹോസ്പിറ്റലാണല്ലോ. ഈ വിവരം, ഒരു ബോഡി കിട്ടി എന്നുള്ളൊരു വിവരം ജിതിൻ അറിയുന്നത് എപ്പോഴാണ്? ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നെയാണ് അറിഞ്ഞത്. അരമണിക്കൂർ മുൻപേ. ഓക്കെ. അപ്പോൾ ഈ മറ്റ് പരിശോധനകൾക്കായി ഈ ശരീരഭാഗം അവിടെ നിന്ന് മാറ്റി അല്ലേ?
അതൊന്നും എനിക്കറിയില്ല. കാരണം ഇവർ ഒരു മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ കണ്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. ഓക്കെ ഓക്കെ ശരി. ഈ മറ്റു തരത്തിൽ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ലല്ല, മറ്റൊരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ശരി ശരി ജിതിൻ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷിരൂർ അപകടത്തെ തുടർന്ന് ആഴ്ചകൾ നീണ്ട തിരച്ചിലായിരുന്നു. അവിടെ മലയാളികളെ സംബന്ധിച്ച് അർജുൻ ഉൾപ്പെടുന്ന ട്രക്ക് ഈ ഭാഗത്ത് മുങ്ങിപ്പോയായിരുന്നു. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ഈ ഗംഗാവരിപ്പുഴയിലെ അടിയൊഴുക്ക് അതിശക്തമായതിനെ തുടർന്നാണ് തൽക്കാലത്തേക്കെങ്കിലും ഈ ദൗത്യം ഒന്ന് നിർത്തിവച്ചത്. അതിനുശേഷം പുനരാരംഭിക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പുരുഷ മൃതദേഹം കണ്ടെത്തിയതായി ആണ് വിവരങ്ങൾ വന്നത്. 3 പേരെ, അർജുൻ ഉൾപ്പെടെ 3 പേരെ ഈ മണ്ണിടിച്ചിലിൽ ഇനിയും കണ്ടെത്താനുണ്ട്. ഒപ്പം തന്നെ പ്രദേശത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ല എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നിഖിൽ തുടരുന്നുണ്ട് നമുക്കിപ്പം. നിഖിൽ, ഈ ജിതിൻ, അതായത് അർജുൻ്റെ ബന്ധു പറയുന്നത് അരമണിക്കൂർ മുൻപ് ഈ ഒരു വിവരം കിട്ടി, പക്ഷെ അതിനപ്പുറമായി ഒന്നും തന്നെ പറയുന്നില്ല. നിഖിലിൻ്റെ അർജുൻ്റെ സഹോദരൻ്റെ DNA സാമ്പിളൊക്കെ അവിടെ ഉണ്ട്, അവരൊത്തു നോക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ജിതിൻ പ്രതികരിച്ചത്. ഈ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കർണാടക ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധപ്പെടുകയോ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ നിഖിൽ, ഞാൻ നിഖിലേക്ക് വരാം. ഇപ്പോൾ മനാഫ് കൂടി ചേരുന്നു. മനാഫ് അറിഞ്ഞു കാണും, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഒരു മൃതദേഹം, പക്ഷെ ആരുടേതാണ് എന്ന് ഇനിയും അറിയാൻ ജീർണിച്ച അവസ്ഥയിലാണ്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മനാഫിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നോ? അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോമാര് വിളിച്ചു പറഞ്ഞതാണ്, മീൻപിടുത്തക്കാരെ വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ആണിന്റെ മൃതദേഹം ഇങ്ങനെ കടലിൽ ഒഴുകുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ അപ്പം തന്നെ ഈശ്വർ മൽപ്പ അവിടെ ഉണ്ടായിന്, അവരോട് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞിക്കണേ. ഈശ്വർ മൽപ്പ അങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കണ്. ഒരു 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ അറിയാൻ പറ്റും ആരതാണ് ആരാന്ന് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ആണിന്റെ മൃതദേഹമാണ് അത്. മനാഫ്, ഈ ഒരു പുരുഷന്റെ മൃതദേഹമാണ്, പക്ഷെ ആരുടേതെന്ന് അറിയാൻ വയ്യാത്ത വിധം അത് ജീർണിച്ച അവസ്ഥയിലാണെന്നാണ് അറിഞ്ഞത്. ഇപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത്, ഗവൺമെന്റ് അതോറിറ്റി അല്ലേ തീരുമാനിക്കേണ്ടത് ഇനി എന്താന്ന്. ഇപ്പോഴും കടലിലൊക്കെ ഒഴുകുണ്ട്, നമ്മൾ പറഞ്ഞത് ഇല്ലേ. ഓക്കെ മനാഫ്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവരിലേക്കും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജിതിൻ അറിഞ്ഞു, മനാഫ് അറിഞ്ഞു, എല്ലാവർക്കും ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി വേണ്ടത് ഇതിലൊരു സ്ഥിരീകരണമാണ്. എന്താണ്, ആരാണ്, ഏതാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഏവരും. കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നത്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തി എന്നൊരു വിവരം പുറത്തു വരുന്നത്. പക്ഷേ ഒരു പുരുഷൻ്റേതാണെന്ന് ഉറപ്പിക്കുന്നു, എങ്കിൽ കൂടി ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം അത് ജീർണിച്ച അവസ്ഥയിലാണ്.